നമസ്കാരം. ട്രംപിന്റെ തീരുവ ഭീഷണി ഇത്രയൊക്കെ ഇന്ത്യയെ ബാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ അടിത്തറയിൽ കാര്യമായ പതനം സംഭവിക്കുന്നു എന്ന കാര്യം സത്യമാണ്. പലതരത്തിലും ട്രംപിന്റെ താരിഫ് ഭീഷണിയെ മറികടക്കാൻ മോദി പഠിച്ച പണി 18 നോക്കിയിട്ടും അതൊക്കെ കടലിൽ കായം കലക്കിയ പോലെ എവിടെയും എത്താതെ പോവുകയാണ്. മോദിയുടെ ഉറച്ച നിലപാടും മനോധൈര്യവുമൊക്കെ ലോകത്തെ ഏതൊരു ഭരണാധികാരിയും മാതൃകയാക്കേണ്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് എന്നിരിക്കുമ്പോഴും അത് ഇന്ത്യൻ സാമ്പത്തികത്തിന്റെ അടിത്തറ ഇളക്കുന്നു എന്ന കാര്യം വിസ്മരിക്കാനും തള്ളിക്കളയാനും കഴിയില്ല. ബദൽ മാർഗങ്ങൾ അനവധി ഇന്ത്യയിൽ മോദി നടപ്പിലാക്കി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നവരാത്രി സമ്മാനം എന്ന പേരിൽ ഇന്ത്യയിൽ മോദി കഴിഞ്ഞ ദിവസങ്ങളിൽ നടപ്പിലാക്കിയ GST പരിഷ്കാരങ്ങൾ. എന്നാൽ അതുകൊണ്ടൊന്നും ഇന്ത്യക്ക് വിട്ടുപോയ പ്രതാപം തിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ്. അമേരിക്കയുമായി അനുരഞ്ജനത്തിലെത്തി തുടർ ചർച്ചകളിലൂടെ കരാർ സ്ഥാപിച്ചെടുത്താൽ മാത്രമേ ഇന്ത്യക്ക് ഇനി രക്ഷയുള്ളൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതിനിടയിലാണ് ട്രംപിന്റെ H1B വിസയുടെ വലിയ തോതിലുള്ള തൊഴിൽ നഷ്ടം ഇന്ത്യക്കാർക്ക് നേരിടേണ്ടി വരും എന്ന നില. അതും ഇന്ത്യയുടെ നട്ടെല്ല് തകർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 50% തീരുവ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ ബാധിച്ചു തുടങ്ങിയതായി ഗ്ലോബൽ ട്രേഡ് ആൻഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്സിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2025 മെയ്യെ അപേക്ഷിച്ച് US-ലേക്കുള്ള ചരക്കു കയറ്റുമതിയിൽ 22.2% കുറവുണ്ടായതായാണ് റിപ്പോർട്ട്. മെയ്യിൽ $880 കോടി ആയിരുന്നു കയറ്റുമതിയെങ്കിൽ ഓഗസ്റ്റിൽ ഇത് $690 കോടി മാറി. തീരുവ ബാധകമായിട്ടില്ലാത്ത സ്മാർട്ട് ഫോൺ കയറ്റുമതിയിലും ആഘാതം പ്രകടമായിട്ടുണ്ട്. തീരുവ ഉയർത്തുമെന്ന സൂചന ഉണ്ടായിരുന്നതിനാൽ അതിനു മുൻപ് വൻതോതിൽ ഫോൺ കയറ്റുമതി ചെയ്തിരുന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യ തകർച്ച തുടരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച ഡോളറിനെതിരെ രൂപ എക്കാലത്തെയും താഴ്ന്ന നിലയിലെത്തി. H1B വിസയ്ക്ക് ഫീസ് കുത്തനെ ഉയർത്തിയതാണ് പിന്നെയും തിരിച്ചടിയായത്. രാവിലെ 88.41 രൂപയിലായിരുന്നു വ്യാപാരം തുടങ്ങിയത്. വ്യാപാരത്തിനിടെ ഡോളർ ഒന്നിന് 88.82 രൂപയിലേക്ക് വീണു. ഒടുവിൽ 88.75 രൂപയിൽ വ്യാപാരം നിർത്തി. 88.45 രൂപയായിരുന്നു മുൻപ് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിലവാരം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ രൂപയുടെ സ്ഥിരത നിർണായകമാണ്. രൂപയുടെ മൂല്യം വിദേശ കറൻസികളോടുള്ള താരതമ്യത്തിൽ താഴുമ്പോൾ അത് ആഭ്യന്തര വിപണിയെയും അന്തർദേശീയ വ്യാപാരത്തെയും വലിയ രീതിയിൽ ബാധിക്കുന്നു. അടുത്ത കാലത്തായി ഡോളറിനോടും മറ്റു പ്രധാന കറൻസികളോടും രൂപയുടെ മൂല്യം ഇടിയുന്നത് പൊതുജനങ്ങളുടെ ജീവിത ചെലവിൽ നിന്ന് സർക്കാർ ധനകാര്യ നയങ്ങളിൽ വരെ വ്യാപകമായ ആഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യ ഒരു വലിയ ഇറക്കുമതി ആശ്രിത രാജ്യമാണെന്നത് രൂപ മൂല്യ തകർച്ചയുടെ ആദ്യ പ്രധാന പ്രശ്നമാണ്. പ്രത്യേകിച്ച് ക്രൂഡ് ഓയിൽ, സ്വർണം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മെഷീനറികൾ തുടങ്ങിയവയുടെ ഇറക്കുമതിയാണ് ഇന്ത്യയുടെ വ്യാപാര ഘടനയിൽ മുൻസ്ഥാനത്ത്. രൂപ വില കുറഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കൂടുതൽ രൂപ ചിലവാക്കേണ്ടി വരും. അതിന്റെ തിരിച്ചടി ഇന്ധന വില ഉയരുന്നതിലോടും അതിനോട് ബന്ധപ്പെട്ട് ഗതാഗത ചെലവുകളും സാധനങ്ങളുടെ വിലയും കൂടുന്നതിലുമാണ് കാണുന്നത്. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടുമ്പോൾ പൊതുവായി വിപണിയിലെ വില നിരക്കുകളും ഉയരുന്നു. സാധാരണക്കാരന്റെ ജീവിത ചെലവിൽ നേരിട്ടുള്ള ഭാരമായി ഇത് മാറും. പാചകവാതകം, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വില ഉയരുന്നത് സാധാരണ കുടുംബങ്ങളുടെ ബജറ്റ് തകർക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. രൂപയുടെ മൂല്യ തകർച്ച മൂലമുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ പലപ്പോഴും ധനനയങ്ങളിലും സാമ്പത്തിക ഇടപെടലുകളിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു. ഇന്ത്യൻ സർക്കാർ, സ്വകാര്യ കമ്പനികൾ എന്നിവ വിദേശ കറൻസികളിൽ എടുത്തിരിക്കുന്ന വായ്പകൾ തിരിച്ചടയ്ക്കുമ്പോൾ രൂപയുടെ മൂല്യ തകർച്ച വലിയ പ്രശ്നമാകും. ഉദാഹരണത്തിന് $1 വായ്പ തിരിച്ചടയ്ക്കാൻ മുൻപ് 80 രൂപ മതിയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 85 രൂപയായി മാറിയാൽ അധിക സാമ്പത്തിക ഭാരമാണ് സർക്കാരിനുണ്ടാവുക. ഇത് സർക്കാരിന്റെ ധനകാര്യത വർദ്ധിപ്പിക്കുകയും പൊതുസേവനങ്ങൾക്ക് ചെലവിടേണ്ട പണം കടബാധ്യത തീർക്കാൻ ചെലവഴിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. രൂപ മൂല്യം കുറയുമ്പോൾ ഒരു ഭാഗത്ത് കയറ്റുമതിക്കാർക്ക് ഗുണം ലഭിക്കുന്നുണ്ട്. കാരണം അവർ വിദേശത്തു നിന്ന് കൂടുതൽ ഡോളർ സമ്പാദിക്കുകയും അത് രൂപയിലേക്ക് മാറുമ്പോൾ അധിക വരുമാനം ലഭിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി വ്യാപാരം വളരെ കൂടുതലായതിനാൽ കയറ്റുമതിയിൽ ലഭിക്കുന്ന ഗുണത്തെക്കാൾ ഇറക്കുമതി ചെലവിന്റെ ഭാരം കൂടുതലാകും. ചുരുക്കത്തിൽ ചുവടുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് വെച്ചില്ല എങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥ പരിങ്ങലിലാവുകയും നട്ടെല്ല് തകരുകയും ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച